പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വിഷയമാണ്, കാലിക പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത് സംസാരിക്കാമെന്ന് കരുതുന്നത്. ഒന്നൊരു കഥയാണ്, മറ്റൊന്ന് നടന്നതായി പറയപ്പെടുന്ന ഒരു ഇൻസിഡൻറ്റുമാണ്. കഥയിലുള്ളത് ഒരു കൊച്ചു ആൺകുട്ടിയാണ്. അവൻ്റെ നാട്ടിൽ, അവൻ്റെ ഗ്രാമത്തിൽ ഒരു ഐസ്ക്രീം കടയിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ ചെന്ന് അവൻ അവിടുത്തെ വെയിട്രസിനോട് ചോദിച്ചു, ഇവിടുത്തെ ഒരു കപ്പ് ഐസ്ക്രീമിന് എന്താണ് വില? അവർ പറഞ്ഞു 75 സെൻറ്റ്. അവൻ തൻ്റെ കീശയിൽ നിന്ന് കൈവശമുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ എടുത്ത് മേശയിൽ നിരത്തി എണ്ണി നോക്കി. അവൻ പറഞ്ഞു, അതിൽ താഴെയുള്ളതിന് എന്താണ് വില? ഒരൽപ്പം അക്ഷമയായി ആ വെയിട്രസ് പറഞ്ഞു, 65 സെൻറ്റ്. എങ്കിൽ അതൊന്നാവട്ടെ, ഞാനത് കഴിച്ചുകൊള്ളാം. വളരെ വേഗത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ആ ഐസ്ക്രീം കഴിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം ബില്ലുമടച്ച് ആ കുട്ടി ആ ഐസ്ക്രീം പാർലറിൽ നിന്ന് പുറത്തേക്ക് നടന്നുപോയി. അവൻ നടന്നു പോകുന്ന നോക്കിയിരുന്ന വെയിട്രസ് അവൻ്റെ ടേബിളിലേക്കൊന്ന് നോക്കി. അവർ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച അമ്പരപ്പിച്ച് കളഞ്ഞു. കഴിച്ച് ബാക്കി വെച്ച ഐസ്ക്രീം പാത്രത്തിൻ്റെ ഒപ്പം ഒരു 10 സെൻറ്റ് ടിപ്പായിട്ട് ആ കുട്ടി ആ വെയിട്രസിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. തൻ്റെ സഹജീവികളോട് കരുണയുള്ളവനായിരിക്കുക. താൻ എന്ത് ചെയ്യുമ്പോഴും സമൂഹത്തോട് പ്രതിപത്തി ഉണ്ടാകുക. ഈ കഥയിൽ നിന്ന് ആ കൊച്ചുകുട്ടി നമ്മെ പഠിപ്പിച്ച പാഠം അതാണ്. ഇന്ന് സാമൂഹിക ഇടപെടലുകളുടെ കാലമാണ്. നവമാധ്യമങ്ങളിലൂടെ എല്ലാവരും സമൂഹത്തിലെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. സമൂഹത്തിനെ ചേഞ്ച് ചെയ്യാൻ നമുക്കും അവകാശമുണ്ട്. ശരി തന്നെയാണ്. ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. നാം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചാണത്. രാജ്യത്തിന് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നാം എല്ലാവരും, അന്ന് നമ്മുടെ നാട്ടിലുണ്ട് ജീവിച്ചിരുന്ന എല്ലാവരും സന്തോഷിച്ചു. അതിനുശേഷം രാജ്യം ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഡൽഹിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരിൽ ഒരാൾ ചോദിച്ചു, ഇതെങ്ങനെ സാധ്യമാകും? നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഒരു വലിയ ജനവിഭാഗത്തെ ഒരുമിച്ച് നാം ഒരു രാജ്യമാക്കി മാറ്റുകയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഈ ജനത എങ്ങനെ വിവേകപൂർവ്വം അവരുടെ അവകാശങ്ങൾ വോട്ടായി രേഖപ്പെടുത്തും? അവർക്കതിനുള്ള ബുദ്ധിയുണ്ടോ, വിവേകമുണ്ടോ എന്ന തരത്തിൽ ഒരു സംസാരം വന്നു. അപ്പോൾ അവിടെ ഉയർന്നൊരു മറുപടിയുണ്ട്. വി ദ പൊളിറ്റീഷ്യൻസ് ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മാസ്. നമ്മൾ പൊതുപ്രവർത്തകർ ജനങ്ങളെ പഠിപ്പിക്കും, അവരെ ബോധവൽക്കരിക്കും, അവർ വിവേകപൂർവ്വം ജനവിധി നടപ്പാക്കും. ഇവിടെ പ്രസക്തമാകുന്നത് പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം മാത്രമല്ല. സമൂഹത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ കുടുംബത്താണെങ്കിലും നാം പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും സഹജീവികളോട് കരുണയും സമൂഹത്തോട് പ്രതിബദ്ധതയും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉത്തരവാദിത്വവും മൂല്യബോധവുമുള്ളവരായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?